നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് കിട്ടണമെന്നില്ല. എനിക്കും അതുപോലെ RRB ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് SBI കിട്ടി. അതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യണത് കിട്ടണമെന്നില്ല. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഹായ്, ഞാൻ സ്റ്റിയ വിൽസൺ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ MSc മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ BSc പഠിച്ചത് സെയിൻറ്റ് റിസാസ് കോളേജിൽ നിന്നാണ്. അതുപോലെ MSc എടുത്തത് സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിൽ നിന്നാണ്. ഞാൻ 2022 ഓഗസ്റ്റിലാണ് ഇവിടെ ICDയിൽ ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ 2023 SBI POയും അതുപോലെ തന്നെ IBPS ക്ലർക്കും എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. 2022 ഇവിടെ വന്ന ശേഷം ആദ്യത്തെ 6 മാസം കൊണ്ട് തന്നെ ബേസിക്സ് ഒക്കെ സെറ്റായി. പിന്നെ പതിയെ മെയിൻസിലേക്ക് കടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ ഓരോ മോക്ക് ടെസ്റ്റ് വീതം ചെയ്തു തുടങ്ങി. ഞാൻ വന്ന ദിവസം തന്നെ JK സാറ് പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കണമെന്ന്. അപ്പം അങ്ങനെ ഞാൻ അന്ന് തൊട്ട് പത്രം വരുത്താൻ തുടങ്ങി. അതുവഴി എനിക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുകയും അതുപോലെ തന്നെ GK പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുകയും ചെയ്തു. 2022 ഒരുപാട് പ്രിലിംസ് എഴുതിയെങ്കിലും എനിക്കതൊന്ന് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ കഴിഞ്ഞ വർഷം എഴുതിയ ഓൾമോസ്റ്റ് എല്ലാ പ്രിലിംസും ക്ലിയർ ചെയ്തു. അങ്ങനെ പ്രിലിംസൊക്കെ ക്ലിയർ ചെയ്ത് RRB കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ RRB എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വളരെയധികം നിരാശയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് SBI POയുടെ മെയിൻസ് റിസൾട്ട് വരുന്നത്. മെയിൻസ് റിസൾട്ട് വന്ന് അതിൻ്റെ ഇൻ്റർവ്യൂ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഞാൻ വീണ്ടും ഫോക്കസ് ചെയ്ത് ഇതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങി. അത് ഇവിടുത്തെ ഇൻ്റർവ്യൂ ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയി. അങ്ങനെ SBI PO ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ക്ലർക്കും എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഇനി വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പരിശ്രമം ഉപേക്ഷിക്കരുത്. നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് കിട്ടണമെന്നില്ല. എനിക്കും അതുപോലെ RRB ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് SBI കിട്ടി. അതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യണത് കിട്ടണമെന്നില്ല. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എടുത്ത തീരുമാനമാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടേ പോവുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. നിങ്ങൾക്കും അതുപോലെ പറ്റും. എനിക്ക് വിജയിക്കാമെങ്കിൽ നിങ്ങൾക്കും വിജയിക്കാം. ക്വാണ്ടും അതുപോലെ തന്നെ റീസണിങ്ങും എനിക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. പക്ഷേ അത് കൂടുതൽ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. പലരും ഇവിടെ വന്ന് ലൈബ്രറിയിൽ നിന്ന് ചെയ്യുമായിരുന്നു. എനിക്ക് ലാപ്ടോപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് തന്നെ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന വഴി എനിക്ക് ആ ക്വാണ്ടും റീസണിങ്ങിൻ്റെ ഫാസ്റ്റ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇനിയുള്ള എല്ലാവർക്കും ബാങ്ക് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.